ഗർഭിണിയായി കഴിഞ്ഞാൽ പല പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. എന്നാൽ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ഘട്ടമുണ്ട്, അതാണ് പ്രസവം, ഡെലിവറി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ സബ്ജക്റ്റാണ്. എന്നോടൊപ്പം ഉള്ളത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മ, SUT ഹോസ്പിറ്റൽ, പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. വീട്ടിലെ പ്രസവം, അതായത് ഹോം ഡെലിവറി ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് അത് ഹോസ്പിറ്റലിലേക്ക് മാറിയത്. ഈ ഹോം ഡെലിവറി എന്തുകൊണ്ടാണ് നിർത്തപ്പെട്ടത്? ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബിക്കോസ് ഈ മാതൃമരണ നിരക്കെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രദേശത്തെ ആരോഗ്യ സൂചികയാണ്. അമ്മമാരുടെ മരണനിരക്ക് കുറച്ച് വെച്ചാൽ അവരുടെ ആരോഗ്യം നല്ലതാണെന്നാണ് ആ ഒരു പ്രദേശത്തെ ആരോഗ്യ വ്യവസ്ഥയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പരിശ്രമങ്ങളുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിൻ്റെ പരിശ്രമങ്ങളും എല്ലാം നല്ലതാണെന്നാണ് വെയ്പ്പ്. കേരളത്തിൻ്റെ മാതൃമരണ നിരക്കെന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ എത്രയോ, ഇന്ത്യയിലൊക്കെ 90, 110 ലെവലിലൊക്കെയാണ്, ഇപ്പോൾ 80-നും 90-നും ഇടയ്ക്കാണ്. നമ്മളൊരു 4-5 വർഷമായിട്ട് തന്നെ നമ്മളുടേത് 30-ന് താഴെയാണ്. 19 വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി. കോവിഡിൻ്റെ കാലത്ത് കോവിഡ് വന്ന് മരിച്ചപ്പോൾ അതൊന്ന് കൂടി, പക്ഷെ നമ്മളപ്പോൾ 30-ൽ താഴെ നിർത്തുകയാണ്. 2030 ആകുമ്പോഴത്തേക്ക് അത് മെറ്റേണൽ മോർട്ടാലിറ്റി 20-ൽ താഴെ വരുത്തണം എന്നാണ്. ഇടയ്ക്ക് ഞങ്ങൾ 39-ൽ താഴെ വരുത്തി അഭിമാനം കൊണ്ടിരുന്നു. ഇപ്പോൾ പല വികസിത രാജ്യങ്ങളെക്കാളും കുറവാണ് നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി. ഞാനിതിനെപ്പറ്റി എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു പ്രധാന കാരണം ഹോസ്പിറ്റൽ ഡെലിവറീസാണ്. നമ്മളൊരു ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഡെലിവറി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അമ്മമാരുടെ മരണനിരക്ക് കുറച്ച് വയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. പണ്ടത്തെ കാലത്ത് ഇത്രയും ഡോക്ടേഴ്സ് ഇല്ല, ഇത്രയും ആശുപത്രികളും സൗകര്യങ്ങളും ഇല്ല, ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഇല്ല, കാറുകൾ അത് ഇതൊന്നുമില്ല. പിന്നെ റോഡുകൾ തന്നെയും പ്രശ്നമാണ്. അപ്പോൾ ആശുപത്രിയിൽ എത്തിപ്പറ്റുന്നത് തന്നെ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടത്തിന് ചേർന്ന വിധത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിക്ക് പകരം വീട്ടിൽ പ്രസവിച്ചിരുന്നു. പക്ഷെ നമുക്ക് കണക്കൊന്നും ഇല്ലല്ലോ, ആ പ്രസവ സമയത്ത് എത്ര അമ്മമാർ മരിച്ചു അല്ലെങ്കിൽ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ളതിനൊന്നും നമുക്ക് കണക്കില്ല. പക്ഷെ ഇപ്പം നമുക്ക് വ്യക്തമായ കണക്കുകളുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പോലെ നമുക്കുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയിരുന്നു. അപ്പം ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ റേറ്റ്സ് ഒന്നും തരാമോ? എവിടെ അന്വേഷിക്കാൻ അവർ അന്ന്, ഇപ്പോഴല്ല, ഇപ്പോൾ അവർ വളരെയധികം മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായ കണക്കുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി ഒക്കെ കുറയുന്നതിൻ്റെ പ്രധാന കാര്യം ആശുപത്രിയാണ്. കാര്യം പ്രസവം എന്ന് പറയുന്നത് ഒരു സാധാരണ ശാരീരിക പ്രക്രിയയാണ്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം നോർമലാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സിസേറിയൻ എന്താ പറഞ്ഞാൽ, അതുപോലെ നമ്മൾ ഒരു കുഴപ്പവും ഇല്ല, ഒരിക്കലും ഞങ്ങളാരും പറയില്ല ഒരു കുഴപ്പവും ഇല്ല, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി വരുന്ന എന്തെങ്കിലും വന്നാൽ നമുക്ക് അപ്പം നോക്കാം, അതിനെപ്പറ്റി വിഷമിക്കേണ്ട എന്നേ നമ്മൾ പറയുള്ളൂ. കാര്യം പ്രസവ സമയത്ത് എന്ത് സങ്കീർണതകൾ വേണമെങ്കിലും വരാം. എക്സാമ്പിൾ, ഡെലിവറി കഴിഞ്ഞു, സുഖമായ പ്രസവം, നമ്മൾ പേപ്പറിൽ വായിക്കുമല്ലോ, അത് കഴിഞ്ഞ് 1 മണിക്കൂർ നോക്കിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് BP പോയി, ഓൾമോസ്റ്റ് മരണാസന്നയായിട്ട് കിടക്കുന്നു. കാര്യം പ്രസവം കഴിഞ്ഞ് 1 മണിക്കൂറിൽ ഗർഭപാത്രം ചുരുങ്ങിയില്ലെങ്കിൽ 1 മിനിറ്റിൽ 3/4 ലിറ്റർ രക്തം വെച്ച് പോവും വെളിയിൽ. കാര്യം ഒരു പ്രഗ്നൻ്റായ യൂട്രസ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത യൂട്രസിലേക്കും പ്രഗ്നൻസി സമയത്ത് 1 മിനിറ്റിൽ 3/4 ലിറ്റർ ബ്ലഡാണ് ഗർഭപാത്രത്തിൽ പോകുന്നത്. കാര്യം കുഞ്ഞിന് കൊടുക്കണം, പ്ലസൻ്റയ്ക്ക് കൊടുക്കണം, ഒരുപാട് ജോലിയുണ്ടല്ലോ. പക്ഷേ പ്രസവം കഴിയുമ്പോഴത്തേക്ക് ആ രക്തക്കൊഴലുകൾ അടയാൻ കുറച്ച് സമയമെടുക്കും. അത്രയും സമയത്തേക്ക് ഈ രക്തം അതുപോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഗർഭപാത്രം നല്ലപോലെ ചുരുങ്ങിയില്ലെങ്കിൽ 1 മിനിറ്റിന് 3/4 ലിറ്റർ വെച്ച് വെളിയിൽ പോവും. 10 മിനിറ്റ് അങ്ങനെ റിലാക്സ് ചെയ്ത് ഗർഭപാത്രം ഇരുന്ന് നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ അതിന് പ്രതിവിധിയുണ്ട്. ഇപ്പോൾ വീട്ടിൽ പ്രസവം എടുക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞൂടാ എന്ന് വരാം. അപ്പോൾ ഈ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവരവിടുന്ന് തീരുമാനമെടുത്ത് ഒരു വണ്ടിയിലാക്കി ആശുപത്രി കൊണ്ടുവരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഗർഭിണി മരിച്ചുപോയി കാണും. രണ്ടാമത്, കുഞ്ഞിന് വരാനുള്ള സ്ഥലമുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിനകത്ത് പരിശീലനമുള്ള സിസ്റ്ററോ ഡോക്ടറോ വേണം. അതിന് ചില ലക്ഷണങ്ങളുണ്ട്. കുഞ്ഞിൻ്റെ തല നീണ്ടു വരുന്നു, കുഞ്ഞിൻ്റെ തലയോട് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയുടെ പൾസ് കൂടുന്നു, ഇങ്ങനത്തെ പല പല സയൻസ് ഉണ്ട്. അത് അറിയുന്നവർക്ക് മാത്രമേ അത് തക്ക സമയത്ത് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ.
തക്ക സമയത്ത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ആദ്യത്തെ പ്രസവക്കാർക്ക് അത് വലിയ വിഷയമല്ല. അത് സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഗർഭപാത്രത്തിന് അഹങ്കാരമൊന്നുമില്ല, ഓ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കൺട്രാക്ട് ചെയ്യാതെ കിടക്കും. പക്ഷേ ഒരു പ്രസവിച്ച ആളാണെങ്കിൽ ആ ഗർഭപാത്രം വിചാരിക്കും ഇല്ല ഞാൻ എങ്ങനെങ്കിലും കൊച്ചിനെ തള്ളി വെളിയിലിടുമെന്ന്. പക്ഷേ സ്ഥലമില്ലെങ്കിൽ എന്ത് പറ്റും, ഗർഭപാത്രം പൊട്ടിപ്പോവും. റപ്ചർ യൂട്രസ്, നമുക്ക് ഒരു ഹോം ഡെലിവറി ട്രിവാൻഡ്രത്ത് നടന്നത് റപ്ചർ വന്നാണ് ആ അമ്മ മരിച്ചത്. മനസ്സിലായില്ലേ? പിന്നെ സിസേറിയൻ കഴിഞ്ഞ് സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാരെല്ലാം സിസേറിയൻ ചെയ്ത് കളയും, നമുക്ക് വീട്ടിലങ്ങ് പ്രസവിക്കാം എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രസവിക്കും. പക്ഷേ നേരത്തെ ചെയ്ത സിസേറിയൻ്റെ സ്കാർ വീക്കാണെങ്കിൽ അതുവഴി പൊട്ടിയിട്ട് കുഞ്ഞിനെയും പോവും അമ്മയും പോവും. കാര്യം മറുപിള്ള പൊട്ടി വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ 750 ml ബ്ലഡ് വെളിയിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് 10 മിനിറ്റിനകം മരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രസവം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ കുഞ്ഞിനൊരു സ്ട്രെസ്സാണ്. ഒരു നോർമലായിട്ടുള്ള ബേബിക്ക് അത് താങ്ങും അത്. പക്ഷേ വീട്ടിൽ വരുന്നൊരു പ്രസവം മാത്രമല്ല, വീട്ടിൽ ഗർഭശുശ്രൂഷയും വീട്ടിൽ തന്നെയാണ് അവർ ചെയ്തത്. അപ്പോൾ ആ കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടോ, അല്ലെങ്കിൽ വളർച്ച കൂടുതലാണോ, വലിയ കുട്ടിയാണോ, താഴെ കൂടെ വരാൻ സൗകര്യം പറ്റാത്ത കുട്ടിയാണോ, തീരെ ചെറിയ കുഞ്ഞാണോ, വെള്ളം ചുറ്റിലും എത്രയുണ്ട്, ഇതൊന്നും അറിഞ്ഞുകൂടാത്തൊരു കുഞ്ഞിന് പ്രസവവേദന വരുമ്പോൾ അതിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ടായി ആ കുഞ്ഞിന് ഡിസ്ട്രെസ് വന്ന് കുഞ്ഞിനകത്ത് മരിച്ചു പോവാം. അല്ലെങ്കിൽ വെളിയിൽ എങ്ങനെയെങ്കിലും പ്രസവിക്കും. നമുക്ക് വെളിയിൽ പ്രസവിച്ചാൽ ഉടനെ അതിനെ നോക്കിയാലും ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ വീട്ടിൽ സാധിക്കില്ല. ഈ ബ്ലീഡിങ് വരുന്നതും ഗർഭപാത്രം പൊട്ടിപ്പോയി രക്തസ്രാവം വരുന്നതും കുഞ്ഞിന് ശ്വാസം മുട്ട് വരുന്നതും ഒന്നും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ കുഞ്ഞിനെ ചിലപ്പോൾ അടിച്ചും തട്ടിയൊക്കെ കരയിച്ചെന്നിരിക്കും. പക്ഷേ കുഞ്ഞിന് ബ്രെയിൻ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയായിട്ടല്ലേ വളരുള്ളൂ. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ആശുപത്രി കൊണ്ടുവരേണ്ടത് എപ്പോഴാണെന്ന് അറിയുന്നവരെങ്കിലും ഉണ്ടാവണം. ഇപ്പോൾ പുറം നാട്, അതായത് വെളിനാടുകളിലൊക്കെ വീട്ടിൽ പ്രസവങ്ങളുണ്ട്. ഈ വെള്ളത്തിൽ ഇറക്കി ഇരുത്തിയുള്ള ഒരു പ്രസവം, അതൊരു വേ ഓഫ് ഡെലിവറി എന്നുള്ളതേ ഉള്ളൂ. അത് അതും അക്സെപ്റ്റബിൾ ആണ്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമുക്കതിനായിട്ട് വലുതായിട്ടുള്ള സൗകര്യങ്ങളില്ല. പിന്നെ വെള്ളത്തിൽ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലീനിങ്, സെപ്സിസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളിനാടുകളിൽ വീട്ടിലെ പ്രസവം അഡ്വൈസബിൾ ആണ്. പക്ഷേ അവിടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സ് രോഗിയുടെ കൂടെ കാണും. ആംബുലൻസ് വെളിയിൽ കിടക്കും. ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ വിത്തിൻ മിനിറ്റ്സ് ആംബുലൻസ് വരും കൊണ്ടുപോകാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ഈ നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഈ വീഡിയോസ്, ഇപ്പം നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിൽ ഈ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാരണം നമുക്ക് ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള അവബോധം കാരണം കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഗണ്യമായിട്ട് പ്രസവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പ്രസവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. തെക്കൻ കേരളത്തിലായിരുന്നു ഇത് കൂടുതൽ. ഈവൻ മലപ്പുറത്ത് പോലും ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും വീട്ടിലെ പ്രസവം നടക്കുന്നുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുഞ്ഞിനും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെന്തായാലും അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. വീട്ടിലെ പ്രസവം സേഫ് അല്ല. ആശുപത്രിയിൽ കൊണ്ടുവന്ന് പ്രസവിപ്പിക്കുന്നത് ഡോക്ടർക്ക് കാശുണ്ടാക്കാനോ ആശുപത്രിക്കാർക്ക് കാശുണ്ടാക്കാനോ അല്ല. അതൊക്കെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്. ആരും അങ്ങനെ മനഃപൂർവ്വമായിട്ട് സിസേറിയൻ ചെയ്യുകയോ ഒന്നും സാധാരണഗതിയിൽ ചെയ്യാറില്ല. പിന്നെ സൗകര്യങ്ങൾ കുറയുമ്പോൾ നമ്മൾ അവസാനം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് വേറൊരിടത്തേക്ക് വിടേണ്ടി വന്നാൽ അത് കഷ്ടമല്ലേ. അങ്ങനെയുള്ളിടത്ത് ചിലപ്പോൾ നേരത്തെ സിസേറിയന് തീരുമാനങ്ങൾ എടുത്തെന്ന് വരാം. അതിന് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നും ഫെസിലിറ്റീസ് വേണം. അനസ്തെറ്റിസ്റ്റ് വേണം, പീഡിയാട്രീഷ്യൻ എപ്പോഴും വേണം, ബ്ലഡിനുള്ള ഫെസിലിറ്റി വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സിസേറിയൻ ഇല്ലാതെ അറ്റം വരെയും നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കും. ഡോക്ടർ, പിന്നെ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എപ്പോഴും പറയും ഹോസ്പിറ്റൽസിന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് സിസേറിയൻ കൂടുതലായിട്ട് അവര് ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തായിരിക്കും ഡോക്ടർ? ഞാൻ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലാണ്. പക്ഷേ ഞാൻ അതാണ് പറഞ്ഞത്, പൈസയ്ക്കെന്ന് പറഞ്ഞിട്ട് ഒരു ആശുപത്രിക്കാരും നിർബന്ധിക്കില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാൻ പോയിടത്തൊന്നും എനിക്കങ്ങനെ അഭിപ്രായമില്ല. പിന്നെ ഡോക്ടേഴ്സിനും ഒരു സിസേറിയൻ ചെയ്യേണ്ടി വന്നാൽ എന്തൊക്കെ സന്നാഹങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിനിടയ്ക്ക് കോംപ്ലിക്കേഷൻസും, ഒരു സർജറി അല്ലേ, അതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടും. സോ ഡോക്ടേഴ്സും പ്രിഫർ ചെയ്യുന്നത് ഒരു നോർമൽ ഡെലിവറി ആകുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടി സിസേറിയൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഡോക്ടർ വളരെ നന്നായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. നോർമൽ ഡെലിവറി അതുപോലെ തന്നെ ഹോം ഡെലിവറി, അതോടൊപ്പം തന്നെ സി സെക്ഷൻ, ഇതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൽ വരുന്ന മാറ്റങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. എനിവേ ഡോക്ടർ, നമുക്കിനി ആഫ്റ്റർ ഡെലിവറി അതെങ്ങനെയാണെന്നും കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം. താങ്ക് യു.